കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എറണാകുളം PMLA കോടതിയിൽ ഹാജരാകുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷ സ്വരങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED കരുവന്നൂർ കേസിൽ CPIMനെ 68ാമത് പ്രതിയായിട്ട് കുറ്റപത്രം നൽകിയിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം. ഒരു ക്രിമിനൽ കേസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ പ്രതിയാക്കുക എന്നുള്ളത് ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായത് ദില്ലി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിയതാണ്. യഥാർത്ഥത്തിൽ PMLA നിയമം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവരുന്നത് കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ മയക്കുമരുന്ന് ഉൽപാദനവും വിതരണവും കള്ളപ്പണം ഉപയോഗിച്ച് നടപ്പിലാക്കുന്നു എന്നുള്ള പ്രശ്നത്തിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം എന്നാണ് പറഞ്ഞത്. കർശന വ്യവസ്ഥകളുള്ള ഒരു നിയമമാണ്. യഥാർത്ഥ കുറ്റവാളികൾക്കെതിരായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു നിയമത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ കെട്ടിവെച്ചത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നേരത്തെയുള്ള പ്രഖ്യാപനത്തിൽ നിന്നുള്ള വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വസ്തുതകൾ വ്യക്തമാക്കുന്നത് തങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ അവരിൽ ചിലരെ വിലപേശാനും ചിലരെ തങ്ങളുടെ പക്ഷത്തിൽ കൊണ്ടുവരാനും സമ്മർദ്ദത്തിന് വഴങ്ങാത്തവരെ ഈ കേസിൽ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കാനുമൊക്കെയുള്ള നിഗൂഢ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPIMനെ പ്രതിയാക്കിയിട്ടുള്ളത്. നേരത്തെ ആം ആദ്മി പാർട്ടി നേതാവായിരുന്ന അന്നത്തെ ദില്ലി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ഈ കേസിൽ പ്രതിയാക്കിയതിന് സുപ്രീം കോടതി പിന്നീട് നിശിതമായിട്ട് വിമർശിക്കുകയുണ്ടായി. അപ്പോൾ ഇത് ഈ ജനാധിപത്യ വിരുദ്ധ പ്രവണതയ്ക്കെതിരായിട്ട് ജനാധിപത്യ സമൂഹം പ്രതികരിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഈ കേസിൽ 21-ാം തീയതി CPIMന്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ഹാജരാവണം എന്നുള്ള നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. PMLA കോർട്ടിൽ ഹാജരാകും, നിയമ പോരാട്ടം നടത്തും. നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഖ്യാനം. പക്ഷേ ഇത്തരത്തിൽ ഒരു ക്രിമിനൽ കേസിൽ, അതും ഒട്ടേറെ കർശന വ്യവസ്ഥകളുള്ള ഒരു കേസിൽ രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർത്തത്, CPIMനെ പ്രതി ചേർത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതിനെതിരായി ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നു. നിയമപരമായി കോടതിയിൽ നിയമപോരാട്ടം നടത്തുമ്പോൾ തന്നെ രാഷ്ട്രീയമായി ഈ ജനവിരുദ്ധതയ്ക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ 20-ാം തീയതി തൃശൂർ നഗരത്തിൽ EMS സ്ക്വയറിൽ വിപുലമായൊരു ജനകീയ പ്രതിഷേധ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ V ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കും. നിയമത്തെ മാനിക്കും. കേന്ദ്ര ഏജൻസിയായ ED കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPMനെ 68ാം പ്രതിയാക്കിയത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യ വിശ്വാസികൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം. ചില വ്യക്തികൾ നടത്തിയ കള്ളപ്പണ ഇടപാടിൽ രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. കള്ളപ്പണ കേസിൽ ED കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ്. BJP നേതാക്കൾ പങ്കാളികളായ കൊടകര കള്ളപ്പണ കേസിൽ ED എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും CPM ജില്ലാ സെക്രട്ടറി ചോദിച്ചു. മൺസൂണിന് വരവേൽക്കാനായിട്ട് നമ്മുടെ ഓട്ടുപാറല്ല ആദ്യ മക്കളെ, നമ്മുടെ ഓട്ടുപാറ വടക്കാഞ്ചേരിയുള്ള സിൽക്ക് കട ഒരുങ്ങി കഴിഞ്ഞിട്ടോ. ഇവിടുത്തെ എല്ലാ സ്റ്റോക്കും വിറ്റൊഴിക്കാൻ പോവാണെന്ന്. എന്തൊക്കെ ഐറ്റംസ് ആണ് കണ്ടേ? എന്നാ പോരെ, ഈ കാണുന്ന എല്ലാ ഐറ്റംസും അപ് ടു 50% ഓഫിനാട്ടോ കൊടുക്കണേ.
ടോപ്പുകളൊക്കെ 100 രൂപ മുതലുള്ള സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഈ കാണുന്ന സെറ്റ് സാരി ഒക്കെ നോക്കി 249 രൂപ ഉള്ളൂന്ന്. ഈ പുതപ്പൂര് പീസിന് 89 ഉള്ളൂ കേട്ടോ. അതേപോലെ ഈ ഒരു പീസ് പുതപ്പിന് 149 ഉള്ളൂ കേട്ടോ. പാവാട 2 പീസിന് 150. മാക്സി ഒക്കെ 150 മുതലുള്ള സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഡബിൾ മുണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു പീസ് 150 ഉള്ളൂ കേട്ടോ. കാവ്യമുണ്ട് ഒരു പീസ് വെറും 100 ഉള്ളൂ കേട്ടോ. അതേപോലെ കളർ മുണ്ട് 2 പീസ് 150 ഉള്ളൂ. തോർത്ത് 4 പീസിന് 100 രൂപ. പാട്ടിൽ ഒരു പീസിന് 100 രൂപ. എടോ 2 പീസ് ലെഗിൻസിന് 150 ഉള്ളൂന്ന്. ഫാമിലി ബെഡ്ഷീറ്റ് ഒരു പീസ് 199 ഉള്ളൂ കേട്ടോ. ബ്ലാങ്കറ്റ് ഒരു പീസ് 299 ഉള്ളൂന്ന്. ഈ ഒരു പൊന്നാടക്കൊക്കെ ഉണ്ടല്ലോ വെറും 75 രൂപ ഉള്ളൂ കേട്ടോ. ട്രാക്ക് പാന്റ് ഒരു പീസ് 160. ബർമുഡ ഒരു പീസ് 99. ബ്ലൗസ് ഫിറ്റ് 2 എണ്ണം 100. കുട്ടികളുടെ നിക്കര് 5 പീസ് വെറും 100 രൂപ ഉള്ളൂന്ന്. സെറ്റ് സാരി അതേപോലെ സെറ്റ് മുണ്ട് പകുതി വിലക്കാ കൊടുക്കണേന്ന്. ജെഗിൻസ് ഒക്കെ ഒരു പീസ് 100 രൂപ ഉള്ളൂ കേട്ടോ. ഷർട്ട് നോക്കി 200 രൂപ മുതലാട്ടോ ഇവിടെ സ്റ്റാർട്ടിങ് ഇതാ. അതേപോലെ ഷർട്ട് പീസ് അപ് ടു 50% ഓഫ്. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നേ. ഓട്ടുപാറ വടക്കാഞ്ചേരിയിലെ സിൽക്ക് ഗാർഡനിലാണ് കേട്ടോ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ